ദ റെവലേഷൻ ഓഫ് ഐഡൻറ്റിറ്റി, വ്യക്തിത്വം. ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ആരെ എന്ന് മനസ്സിലാക്കിയാൽ നമ്മളിൽ വ്യത്യാസം വരും. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് ഇൻറ്റിമസി ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഐഡൻറ്റിറ്റി. ഇൻറ്റിമസി ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഐഡൻറ്റിറ്റി. ദാറ്റ് മീൻസ് ഞാൻ മകളാണ് എങ്കിൽ ഞാനും അപ്പനും കൂടെയുള്ള ബന്ധം വിശുദ്ധമാണ്. അതാ വിശുദ്ധ സ്നേഹമാണ്. ഞാനൊരു സ്ലേവ് ആണെങ്കിൽ ദൂരെ നിന്ന് പറയുന്നത് വല്ലവരും പറഞ്ഞത് ഞാൻ കേട്ട് ചെയ്യത്തേ ഉള്ളൂ. എനിക്ക് അകത്തോട്ട് കയറാനൊക്കത്തില്ല. അപ്പം എൻ്റെ വ്യക്തിത്വം ആരെന്ന് വേറൊരാൾ പറഞ്ഞിടുകയല്ല. ഞാനും ദൈവവുമായിട്ടുള്ള ഉറ്റ ബന്ധത്തിനകത്താണ്. അതിന് പിതാവാം ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു തന്നു. ക്രൂശ് മരണം ഏറ്റെടുത്തു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അവൻ്റെ രക്തം കൊടുത്തിട്ട് പിശാചിൻ്റെ മുമ്പിൽ പാതാളത്തിൽ ചെന്നിട്ട് അവിടെയുള്ളവരെ റിലീസ് ചെയ്തതുപോലെ നമ്മളെ ആത്മാവിനെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈസ് ഡൺ. അതുകൊണ്ടാണ് ക്രൂശിൽ യേശു പറയുന്നത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്നേഹം, ഈ ആഴമേറിയ സ്നേഹത്തെക്കുറിച്ച് എന്തോ പിതാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് ഇമ്മേഴ്സ് ഇൻ ദ പെർഫെക്റ്റ് ലവ് ഓഫ് ദ ഫാദർ where we find healing and freedom from an orphan heart and mindset. അതായത് പിതാവാം ദൈവത്തിൻ്റെ ആ വിശുദ്ധമായ സ്നേഹത്തിലേക്ക് കുളിക്കണം നമ്മൾ. അതിലങ്ങ് ഇമ്മേഴ്സ് മീൻസ് യു റിയലി വി ഡിപ്പ് യുവർ സെൽഫ് ഇൻ ദാറ്റ് ലവ്. അവിടെ നമുക്ക് ഹീലിംഗ് ഉണ്ട്, ഫ്രീഡം ഉണ്ട്. നമ്മുടെ ഈ അനാഥത്വ സ്പിരിറ്റ്, ഈ അനാഥ സ്പിരിറ്റ് ഉള്ളപ്പോൾ ഒരു ദൂഷ്യം തന്നോ, എപ്പോഴും ഞാൻ ചെയ്ത് കാണിക്കാം, എനിക്ക് കഴിവുണ്ട്, മത്സരബുദ്ധിയുണ്ട്, അതോറിറ്റിയെ ബഹുമാനിക്കത്തില്ല. ഓർഫൻ സ്പിരിറ്റിൻ്റെ അതോറിറ്റിയെ ബഹുമാനിക്കുക. കാരണം ചെറിയ പ്രായത്തിൽ പരിശീലനം കിട്ടിയിട്ടില്ല. പിതാവിൻ്റെ ശിക്ഷണം, സ്നേഹപരമായ ശിക്ഷണം കിട്ടിയിട്ടില്ല. പിന്നെ മുഴുവനും ഭയത്തിൽ കൂടെയുള്ള ഓപ്പറേഷനാണ്. ഏതൊരു അനാഥ കുഞ്ഞ് റോഡിൽ കിടന്ന് ഉറങ്ങുമ്പം ശബ്ദം കേട്ട ആദ്യ ഭയമാണ്. പിന്നെ ലോക ജീവിതത്തിൽ ഒരു ഹാർഡൻഡ് ഹാർട്ടായിട്ട് അങ്ങ് മാറും. അത് വലിയൊരു ദുഃഖകരമായ അവസ്ഥയാണ്. പക്ഷെ ദൈവം അതല്ല നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ദൈവം പറയുന്നത് യു ആർ നോ മോർ എൻ ഓർഫൻ, യു ആർ മൈ പ്രഷ്യസ് ചൈൽഡ്. ആ പദവിയിൽ ദൈവം, അതാണ് റോമർക്ക് ലേഖനം 8:14-15 അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശത്തെ ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്. ഒത്തിരി തിയോളജിയോ അല്ലെങ്കിൽ ഒത്തിരി ചിന്തയൊന്നും അല്ല, സിമ്പിൾ ട്രൂത്ത്. അപ്പൻ മക്കളെ സ്നേഹിക്കുന്നു. നമ്മളൊരു സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോയി. ദൈവം തൻ്റെ പുത്രനെ ഇങ്ങോട്ട് അയച്ചു, നമ്മളെ തിരിച്ചു ചേർത്തു. അത് ആത്മാവിൽ ഇപ്പോഴേ നമുക്ക് സാധിക്കും. വെരി സിമ്പിൾ. സാധിക്കുമോ? സാധിക്കും. ബിക്കോസ് ജീസസ് സെഡ് ഇറ്റ്സ് ഫിനിഷ്ഡ്. ക്രൂശിൽ അത് ചെയ്ത് നമുക്കതിനടുത്തുന്ന വാക്യം, അതായത് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവർ ട്രൂ വാല്യൂ ആൻഡ് ഐഡൻറ്റിറ്റി in God as His beloved children is the starting point of the great adventure of living from our inheritance in Christ Jesus. നമ്മുടെ യഥാർത്ഥ വില എന്തെന്നറിയുന്നത് ദൈവത്തിൻ്റെ പൊന്നുമക്കളാണെന്നും ആ ഒരു പോയിൻ്റിൽ നിന്നുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ പേരിൽ എൻ്റർ ചെയ്യുകയാണ്. ഇപ്പോൾ യാക്കോബ് പേര് മാറി, ഇസ്രായേൽ എന്ന് പേര് മാറിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണെന്നറിയാമോ? യാക്കോബ് ഇസ്രായേൽ എന്ന പേര് മാറിക്കിട്ടി ദൈവത്തെ നേരിട്ട് കണ്ടിട്ട് പിന്നെ തിരിച്ച് ദേശത്തേക്ക് ചെന്നപ്പോൾ സ്വന്തം സഹോദരനായ ഏശാവിന് ദൈവമായിട്ട് കണ്ടു. കൊല്ലാനിരുന്ന, ഇതാണ് നമുക്കും ആവശ്യം. എന്നെ കൊല്ലാൻ വന്നവൻ ഇന്നിപ്പോൾ അവൻ എൻ്റെ ദൈവമായിട്ട് മാറി, ദൈവത്തിൻ്റെ മുഖമായി മാറിയെന്ന്. ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻഡ് വാസ് ഇൻ ജേക്കബ്. യാക്കോബിൽ ഇസ്രായേലിൻ്റെ പേര് വന്നപ്പോൾ എനിക്കൊരു പേരുമാറ്റം സംഭവിക്കാം, നിങ്ങൾക്കൊരു പേരുമാറ്റം സംഭവിക്കാം. ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് ഈസ് ഇൻ മീ. വേറെ ഇടതും വലതും അല്ല, എന്നിൽ വ്യത്യാസം വന്നപ്പോൾ ഞാൻ മറ്റവനെ ദൈവമായിട്ട് കണ്ടെന്നു. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയാൻ ഒക്കത്തില്ലല്ലോ. എന്നിൽ വ്യത്യാസം ഇത് എത്ര പറഞ്ഞാലും നമുക്ക് ഉൾക്കൊള്ളാൻ ഇച്ചിരി പാടാണ്. ബട്ട് ഐ ആം ടെല്ലിങ് ദി ആബ്സല്യൂട്ട് ട്രൂത്ത്. കർത്താവ് ഇങ്ങനെ കൂടെ നിന്ന് പറയിപ്പിക്കുന്നു. അപ്പം നമ്മളെ
ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ദൈവത്തിന് എന്നെ ഓമനപുത്രിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ രക്തത്താൽ അത് വാങ്ങിച്ചെടുത്തതാണ്. മറുവില കൊടുത്ത്, അതായത് ചെറിയ കാര്യമൊന്നുമല്ല, സ്വന്തം രക്തം കൊടുത്ത് എനിക്ക് ഇത്ര ഇത് വാല്യൂ, എന്തുമാത്രം വാല്യൂ ഞാൻ ഈ സാധനത്തിന് കൊടുക്കുന്നു, അത്രത്തിന് ഞാൻ അതിന് വില കൊടുക്കുന്നു. എന്ത് വില കൊടുക്കുന്നു? ഞാൻ വീണ്ടെടുക്കുന്നതിന് എന്ത് വില കൊടുത്തു? ഞാൻ വീണ്ടെടുക്കുന്ന ഈ പാപി ദോഷിയായ വ്യക്തിയെ എടുക്കാൻ എൻ്റെ രക്തം ഞാൻ കൊടുത്തു. അപ്പം അതിന് കണക്കില്ല, വിലയില്ല, ഇമ്മെഷറബിൾ. ഈ ലോകത്തിൻ്റെ മുഴുവൻ, അതുകൊണ്ടാണ് ഒരാത്മാവിൻ്റെ വില ലോകത്തിൻ്റെ വിലയെക്കാട്ടിലും വലുതാണ്. ഇതൊക്കെ അങ്ങോട്ട് മനസ്സിലാകുമ്പോഴേ ഒരാത്മാവിന് വേണ്ടി ദൈവം ദാഹിക്കുന്നെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കർത്താവ് ഈ ആത്മാവിനെ നേടാനുള്ള കൃപ ചോദിക്കണം, നമ്മൾ ചോദിച്ചു വാങ്ങിക്കണം. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ നമ്മൾ വചനം എടുക്കുന്നത്. പക്ഷെ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നതെന്ന് ചോദിച്ചാൽ രണ്ടാമത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മൂലം, നമ്മുടെ സാന്നിധ്യം മൂലം, നമ്മുടെ പ്രസൻസ് മൂലം, നമ്മുടെ ഒരു ഉപദേശം മൂലം, നമ്മുടെ സാക്രിഫൈസ് മൂലം എത്ര പേർക്ക് പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. വി ഹാവ് ടു ചേഞ്ച് എ ലോട്ട്, ഇല്ലേ? ഒത്തിരി മാറാൻ തോന്നിക്കുന്നില്ലേ? എനിക്കും തോന്നിക്കുന്നു. എനിവേ, ദൈവത്തിൻ്റെ പരിസ്ഥിതി, ഇഫ് യു നോ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആൻഡ് ഹൂ ഇറ്റ് ഈസ് ദാറ്റ് ഈസ് സെയിങ് ടു യു, give me a drink, you would have asked him and he would have given you the living water. ഇത് യോഹന്നാൻ്റെ സുവിശേഷം 4:10 ഇപ്പം ഞാൻ വായിച്ചത്. 4:10 എന്ന് പറയുന്നത് 4-ാം അധ്യായം എന്ന് പറയുമ്പം യേശു ക്രിസ്തു സമരിയക്കാരി സ്ത്രീയുടെ അടുക്ക വന്ന് ഉച്ചസമയത്ത് വെള്ളം ചോദിക്കുന്നതാണ്. ഉച്ചയ്ക്ക് വെള്ളം യേശുവിന് വെള്ളം ഇല്ലാതെയും ജീവിക്കാനൊക്കെ അറിയാം. 40 ദിവസം വെള്ളം കുടിക്കാതിരുന്ന യേശു കൊണ്ട് പിന്നാണ്. അതൊന്നും അല്ല, കർത്താവിന് അറിയാമായിരുന്നു അവിടെ ഒരു സ്ത്രീ ഉണ്ട്, ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വരുന്നവൾ. അല്പസ്നേഹത്തിന് വേണ്ടി കുറേ പുരുഷന്മാരുടെ പുറകെ നടക്കുകയാണ്. അവൾ ഇത്ര നടന്നാലും ഒരു ഗുണവുമില്ല, ലാസ്റ്റിൽ നശിച്ചു പോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൊന്നു മകളായിട്ട് ഇവിടെ ഞാനൊന്ന് രക്ഷിക്കാൻ പോകും. അതുകൊണ്ട് ഉച്ചസമയത്ത് യേശു ക്രിസ്തു തീരുമാനമെടുത്ത് യാക്കോബിൻ്റെ കിണറിൻ്റെ വക്കലത്ത് വന്ന് ഇരിക്കുകയാണ്. അപ്പം പൂർവ്വന്മാരുടെ സ്ഥലം തന്നെയാണല്ലോ യാക്കോബിൻ്റെ കിണറെന്നാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചു നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഉച്ചസമയത്ത് വന്നപ്പം ശിഷ്യന്മാരോട് പറഞ്ഞു, ഭക്ഷണം വാങ്ങിച്ചു നിങ്ങൾ പൊക്കോ, ഞാൻ സ്ത്രീയുടെയൊക്കെ വർത്തമാനം. അവിടെ ചെന്നപ്പോൾ എനിക്ക് വെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോൾ സ്ത്രീ പറയുന്നു, നീ യഹൂദനായിക്കോ, ഈ ശമരിയക്കാരിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം? അല്ലെ തന്നെ നീ വെള്ളം എടുക്കണമെങ്കിൽ കയ്യിലൊന്നും ഒരു തൊട്ടിയോ ഒരു സാധനം ഒന്നും ഇല്ലല്ലോ, കോരിക്കും. യേശു എന്താ പറഞ്ഞത്? ഞാൻ ആരെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, മനസ്സിലായോ? ഞാൻ ആരെന്നറിയാം, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യും. അപ്പം കർത്താവ് പറയുന്നത്, ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നോട് നീ ചോദിച്ചാൽ ജീവനുള്ള വെള്ളം ഞാൻ നിനക്ക് തരും. ഇവിടെ നിർത്താം നമുക്ക്. ജീവനുള്ള വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ടോ? എനിക്കെല്ലാം ഉണ്ടല്ലോ, എനിക്കിപ്പം ദൈവത്തിൻ്റെ വെള്ളം കിട്ടിയിട്ട് വേണം, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡുണ്ടോ മനസ്സിൽ? അത് മഹദിയാം ബാബിലോണാണ്, അത് നാശമാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒന്നും കാണിക്കാനില്ലെന്നേ. വാട്ട് ആർ യു ഗോയിങ് ടു പ്രൂവ്? എന്ത് കാണിക്കാൻ? അവിടെയാണ് കർത്താവ് തൻ്റെ നെഞ്ച് കീറി കാണിച്ച് നമുക്ക് കാണിക്കാനൊക്കെ. അതിനകത്ത് എന്തെല്ലാം ചിന്തകൾ. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പം ആദ്യ സ്റ്റേജിൽ ഇപ്പോൾ ഈ എല്ലാ ദിവസം പ്രാർത്ഥിക്കും, ആത്മാവിൽ കാണിക്കും. ഹൃദയത്തിനകത്ത് ഇരുട്ട് പിടിച്ച സ്ഥലങ്ങൾ, പഴയ പാത്രങ്ങൾ കയറ്റി വെച്ചിരിക്കുന്നത്, പഴയ ചിന്തകൾ, അതെല്ലാം ആദ്യം എടുത്ത് ദൈവം കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ ശുദ്ധീകരിച്ചിട്ടേ പ്രാർത്ഥന ഏറ്റെടുക്കത്തുള്ളൂ. പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധീകരണമാണ്. ദൈവം ഈ സ്ത്രീയുടെ അടുക്ക വന്നേച്ചു പറയുന്നു, ഞാൻ ആരാണ്? വെള്ളം ചോദിച്ചാൽ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ എന്നോട് ചോദിച്ചേനെ വെള്ളം തരാൻ, ഞാൻ നിനക്ക് വെള്ളം. അവിടെ ചിന്തിക്കുന്നു, അയ്യോ അപ്പോൾ അവൾക്ക് ആഗ്രഹം വന്നു, എന്നാൽ ആ വെള്ളം എനിക്ക് തന്നെ. എപ്പോഴും ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വരണ്ടല്ലോ. ഫിസിക്കലി ഷീ ഈസ് തിങ്കിങ്. പക്ഷെ ആത്മാവിൽ എന്തുമാത്രം ആഴമേറിയ ഒരു സത്യമാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളും ഇങ്ങനെ തന്നെയാണ്. ഒക്കുമെങ്കിൽ എനിക്ക് സെക്കൻഡ് ചാൻസിൽ എനിക്ക് എളുപ്പം വെള്ളം എടുക്കാമെങ്കിൽ ഞാൻ ആ വെള്ളം എടുക്കത്തു. ദൈവത്തിൽ നിന്ന് വാങ്ങിക്കൂല നമ്മുടെ എല്ലാ മാനുഷിക സ്വഭാവം. പക്ഷെ ഇന്ന് ദൈവം പറയുന്നു, ക്രിസ്തുവാകുന്ന ജീവവെള്ളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ കടന്നുവ. ദൈവത്തിൻ്റെ ജീവ ഉറവ ഇന്ന് തുറക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
അതാ ഞാൻ ആരെ എന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ നീ എന്നോട് വെള്ളം ചോദിക്കുമായിരുന്നു, ഞാൻ ആ ജീവൻ്റെ വെള്ളം നിനക്ക് തരുമായിരുന്നു. ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം. അതിന്ന് വരെയും യഥാർത്ഥത്തിൽ എങ്ങനെ കുടിക്കണമെന്നും ചോദിക്കണമെന്നും പലപ്പോഴും തെറ്റുപറ്റുന്നുണ്ട്. കുറച്ചൊക്കെ പ്രാപിക്കുന്നെങ്കിലും പോരാ കർത്താവേ. ആ ജീവവെള്ളം നീയാണെന്നും നീയാണ് ഉറവയെന്നും ഞങ്ങളെ ഇന്ന് മനസ്സിലാക്കി തരുന്നതിന് സ്തോത്രം. അവിടുന്ന് പറഞ്ഞല്ലോ, ഞാൻ നിന്നെ ഒരിക്കലും അനാഥരായിട്ട് വിടത്തില്ലെന്ന്. എസെക്കിയേലിൽ ഉമ്മരപ്പടിയിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി. ആ വെള്ളം ഇന്ന് ഒഴുകുന്നു. പുതിയ നിയമത്തിൽ ക്രിസ്തുവാകുന്ന ജീവൻ്റെ ഉറവ തൻ്റെ നെഞ്ച് കർത്താവേ, ആ പടയാളി വന്ന് നെഞ്ചത്ത് മരിച്ചോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി കുന്തം വെച്ച് കുത്തിയപ്പോൾ എൻ്റെ നെഞ്ചിൽ നിന്ന് വീണ രക്തവും വെള്ളവും ഫ്രീ ആയിട്ട് ദാനമായിട്ട് ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാതെ ഞങ്ങളപ്പുറത്തും ഇപ്പുറത്തും നോക്കിക്കൊണ്ട് അവിടെ പോയി ഇവിടെ പോയി ഇരുന്നെന്നും പറഞ്ഞ് കാര്യം നേടുന്നത് സത്യത്തിൽ ഞങ്ങൾക്ക് നിന്നെ യഥാർത്ഥത്തിൽ അറിയാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് കർത്താവേ. അത് റെക്ടിഫൈ ചെയ്യണം, കറക്റ്റ് ചെയ്യണം. അത് എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. എത്രമാത്രം ഞങ്ങൾക്ക് കടന്നു വരാമെന്ന് ചോദിച്ചാൽ അവിടുന്ന് വാതിൽ തുറന്ന് നിർബന്ധമായിട്ട് ഞങ്ങളെ അകത്ത് കയറ്റി ഒക്കത്തുള്ളൂ. സ്വയമേ ഒക്കത്തില്ല. ശക്തനായവൻ്റെ വൻകരങ്ങൾ നീട്ടി വെള്ളത്തിലേക്ക് താണു പോന്നിക്കൊണ്ടിരുന്ന പത്രോസിനെ പൊക്കിയെടുത്ത ദൈവം ഇന്ന് എഴുന്നള്ളി വന്നിരിക്കുന്നതിന് സ്തോത്രം ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾ വെള്ളത്തിൽ പോവും കർത്താവേ. എന്തുമാത്രം വെള്ളത്തിൻ്റെ നടുക്കാണ് പത്രോസ് താഴോട്ട് വീഴുന്നത്. ഞങ്ങളും ഈ ലോകത്തിൻ്റെ ഇതിനകത്ത് അങ്ങനെ താണുകൊണ്ട് പോയി വയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ നീ കൈക്ക് പിടിച്ച് ഞങ്ങളെ ഉയർത്തി ജീവവെള്ളത്തിലേക്ക് തിരിച്ചു മാറ്റി പുതിയ ജീവൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തതിന് തുടക്കമാക്കി തന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.